ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. എല്ലാവരും വീട്ടിലാണ്, എന്താ ചെയ്യുക, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. സേഫായിട്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ ദി ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഓക്കെ, ബിഫോർ ദാറ്റ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനിലൊക്കെ എന്താ പറയുക, ഒറ്റയ്ക്കുള്ള ആൾക്കാർ നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പം ദിസ് ഇയർ ലോക്ക്ഡൗണിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ഇൻ ദ സെൻസ്, നമുക്ക് എന്താ പറയുക, മെൻ്റലി നമ്മളൊരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള പ്ലേസിലാണ് ഞാൻ ഉള്ളത് ഈ പ്രാവശ്യം. എൻ്റെ ഫാമിലിയുടെ കൂടെയാണ്, നമ്മുടെ ചുറ്റുള്ള നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണ്, നമ്മുടെ നാട്ടിലാണ് മെയിൻ പറയുകയാണെങ്കിൽ. പക്ഷേ ലാസ്റ്റ് ഇയർ അങ്ങനെ ആയിരുന്നില്ല. ലാസ്റ്റ് ഇയർ ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അവിടെ ഞാനൊരു ആന്ധ്ര പി ജിയിലായിരുന്നു, അവിടെ വർക്കിംഗ് ആയിരുന്നു. അപ്പം അതും സിംഗിൾ റൂമായിരുന്നു എൻ്റെ. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ സഡൻ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ ലോക്ക്ഡൗണിൽ ലാസ്റ്റ് ഡേ വരെ എനിക്ക് ഓഫീസിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഒരു 150 ഹോസ്റ്റൽ പിള്ളേരുണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവരും വെക്കേറ്റ് ചെയ്യിപ്പിച്ചു. ആൻഡ് ദ അതർ തിങ് ഇസ് ലൈക്ക്, മിക്കവരും അവിടെ കർണാടകയിൽ തന്നെ ദാവൺഗിരി അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ കുറേ ദൂരെയുള്ള സ്ഥലത്ത്, എന്താ കർണാടകയിൽ തന്നെ കുറേ ഉള്ളിലോട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അവർക്കൊക്കെ വെക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഈസി. സോ അങ്ങനെ ഒരു 150 PG ആൾക്കാരുണ്ടായിരുന്നു. PGയിൽ നിന്ന് ആകെ ഞാൻ ഉൾപ്പെടെ ഒരു 5 പേര് മാത്രമേ. പിന്നെ എന്താ പറയുക, PG നടത്തുന്ന ഓണം. അപ്പം ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ഒറ്റയ്ക്ക് എന്താ, അപ്പം ആ സമയത്താണല്ലോ ഇതിങ്ങനെയാണ് മരിക്കുന്നത്, നമ്മൾ ബ്രീത്ത് പോവും അല്ലെങ്കിൽ നമ്മൾ ലങ്സ് പിടിക്കും. അപ്പോൾ ഈവൻ രാത്രി ഒറ്റയ്ക്കാന്ന് ആലോചിക്കണം. ആ സമയത്തൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിക്കുമെങ്കിൽ പോലും എൻ്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കാണ് റൂമിൽ. ഇവൻ ആകെ 5 പിള്ളേരെന്ന് വെച്ചാൽ അവരൊക്കെ വേറെ റൂമിൽ, അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയാത്ത, ഞാൻ ആദ്യം അവരെ കാണുന്ന പോലെ PG അത്ര നാൾ നിന്നിട്ട്. അപ്പോൾ ഒന്നത്തെ കാര്യം, നമുക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഞാൻ 4-3 ഒക്കെ ആകുമ്പോൾ പോവും. ഏർലി മോർണിംഗ് 5 ഒക്കെ ആകുമ്പോൾ എണീക്കുന്നതിന് 11 മണിക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ബാക്കി പിള്ളേരായിട്ട്, PGയിലെ പിള്ളേരായിട്ടൊന്നും അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, ടോട്ടലി ഭയങ്കര പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അന്നൊക്കെ. അവസാനം അവരും വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് പോകും, വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാനുള്ളതില്ല. ആ സമയത്ത് നാട്ടിലേക്ക് വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വന്നാൽ തന്നെ എൻ്റെ ഓഫീസിൽ ജോബിനെ അത് ബാധിക്കുമായിരുന്നു. എൻ്റെ ഓഫീസിന് എനിക്ക് വാണിംഗ് ഉണ്ടായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് പോകാൻ പാടില്ല, ബാംഗ്ലൂർ വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ. സോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഐ ക്യാൻ ഫീൽ, എന്താ പറയുക, ഞാൻ ബ്രീത്ത് ചെയ്യുന്നത്, നമ്മൾ യോഗ ചെയ്യുമ്പം കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു ഇതിൽ രാത്രി കിടക്കുമ്പോൾ കണ്ടു പോകുന്നാട്ടോ. എന്താ പറയുക, മൈക്കില്ല, അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ രാത്രി കിടക്കുമ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രീത്ത്, ഞാൻ പേടിച്ചിട്ട് അത്രയും ടെൻഷനായിട്ട് ഞാൻ സ്വെറ്റ് ചെയ്യായിരുന്നു എനിക്ക് രാത്രിയൊക്കെ. അത്രയും പേടിയൊക്കെ ആയിപ്പോയി. പിന്നെ അവിടുന്ന് PG മാറേണ്ടി വന്നു. PG മാറി പിന്നെ കുറച്ച് നാൾ ഞാനും എൻ്റെ സിസ്റ്റർ വേറെ PGയിലുണ്ട്. അപ്പോൾ അവൾക്കും മാറേണ്ടി വന്നു. അവളും ഞാനും കൂടി വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അങ്ങനെ കുറേ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പോൾ അതൊക്കെ വിടും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ ഒറ്റയ്ക്കുള്ള ആരെങ്കിലും ആണ് ഇപ്പോഴും. എനിക്കൊന്നും പണ്ടത്തെ സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ആൾക്കാർക്ക് മാനേജ് ചെയ്യാൻ അറിയാം. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ബിലീവ് ദാറ്റ് യു ക്യാൻ ഓവർകം ദി സിറ്റുവേഷൻ. ഓക്കെ, സ്വയം നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞിതാക്കുക, എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഓവർകം ദിസ്, എന്താ പറയുക, കൊറോണയ്ക്ക് എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വെക്കുക. വെച്ച് എന്തെന്ന് വെച്ചിട്ട് പുറത്തിറക്കി ബഹളാക്കാനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലൊരു ഇത് കൊടുക്കുക, ഒരു പവർ കൊടുക്കുക. ലൈക്ക് നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ മെൻ്റലി വീക്കായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ നമ്മൾ. അപ്പോൾ മെൻ്റലി എപ്പോഴും സ്ട്രോങ് ആക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഫിയർ നോട്ട്, അല്ലേ, അതാ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിന്നെന്താ, പിന്നെ ദിസ് ടു ഷാൽ പാസ് എന്ന് പറയും. അപ്പോൾ ഇതും കടന്നു പോകും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരിക്കുന്നവർക്കാണ് കൂടുതലൊരു ഇത് വേണ്ടത്. സോ അപ്പം പറയുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ തന്നെ പറയുക, എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും, ഇതൊക്കെ അത് കൊറോണ ഒരു കുഞ്ഞ് സാധനമായിട്ട് കാണുക. അത് വലിയ സംഭവമൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവാൻ പറ്റില്ല. മീൻസ്
നമുക്കത് ടെൻഷൻ കയറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഓക്കെ, സോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കിനി ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയാം. ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ അറിയാൻ തുടങ്ങിയിട്ട്, ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 to 4 years ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ എനിക്ക് അതിനോടൊരു നെഗറ്റീവ് കമൻറ്റ് പറയാനില്ല, ടു ബി ഫ്രാങ്ക്. സൂപ്പർ ബ്രാൻഡാണ്. പിന്നെ ഒൺലി തിങ് ഞാൻ പറയില്ലേ, ഇപ്പോൾ ഒരു ഇൻകൊക്കെ ഉണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ എന്നാൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ നമ്മൾ വലിയ 5,000 പ്രോഡക്റ്റ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. 2,000 ആണ് അതിൻ്റെ മാക്സിമം ഒരു ഇതെന്ന് തോന്നുന്നു. 1,000 സ്റ്റാർട്ടിങ് റേഞ്ച്, 2,000 ബിറ്റ്വീൻ, അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നൊരു സംഭവം. അപ്പം ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിയൊക്കെ ആയി. അപ്പം ജോലി കിട്ടുന്നതൊക്കെ മുന്നേ വരെ എനിക്ക് അങ്ങനെ വലിയ കോൺഷ്യസ് ഒന്നും ആയിരുന്നില്ല. ഭയങ്കര എന്തെങ്കിലും ഒരു ഷാമ്പു, ഇവൻ എനിക്കൊന്നും ചെറുപയറൊക്കെ കേട്ട തല തേച്ചിരുന്നു തോന്നും, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ പക്ഷേ ഞാൻ ജോലിയായി, നമുക്കൊരു ഇൻകമൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കാരണം ഈ ചെറുപയറൊക്കെ തേച്ചിട്ട് നമുക്ക് ഓഫീസിലൊന്നും ഞാൻ MNCയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെയൊക്കെ പോകുമ്പം ഈ ചെറുപയർ തേച്ച് തലയിരുന്നത് നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റില്ല, AC ഇരിക്കുമ്പം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു കംഫർട്ടൊക്കെ പ്രശ്നമായി വന്നപ്പോൾ അങ്ങനെ ഞാൻ പതിയെ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിത് ഒരു മാളിൽ പോയപ്പോൾ ദി ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടു. അപ്പം ഞാൻ ആദ്യം കയറി നോക്കി. ആദ്യം ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, കാരണം പൈസ കണ്ടപ്പം ഞാൻ വെച്ച് വേണ്ട, എന്തിനാ വെറുതെ പൈസ വാങ്ങി ഓർത്തിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. പിന്നെ 2 പിന്നെ 3 പിന്നെ 4. ഇപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ. മിക്കവാറും ഞാനത് യൂസ് ചെയ്യാം, ഒട്ടും ഗതിയില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ വരുമ്പം ഞാൻ പറയില്ല, ഇപ്പോൾ ജോലിയൊക്കെ ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ വേറെ ബോഡി വാഷൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, റെയിൻ ടു കോട്ടൻ്റെ. എന്നാൽ പോലും ഇപ്പം ഞാൻ പറയുകയാണ്, ഇനി എനിക്കൊരു ഇതൊക്കെ ആയിക്കൊന്നാലും ഞാൻ മിക്കവാറും പ്രിഫർ ചെയ്യുന്ന ദി ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ബോഡി ഷോപ്പിന് വേറൊരു കുറേ പ്രത്യേകത എന്താ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ വേറെ കുറേ ബ്രാൻഡ്സൊന്നും കാണാത്ത പല എന്താ പറയുക, ഇപ്പം സീവീഡിൻ്റെ ഫേസ് വാഷ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ എന്താ പറയുക, ഇപ്പം ഹാൻഡ് മോയ്സ്ചറൈസർ, അങ്ങനെയൊക്കെ കുറേ പല ഫ്ലേവേഴ്സ് ഉണ്ട് ഇവർക്ക്. അങ്ങനെ കുറേ ഇനിയിപ്പോൾ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ വൺസ് ഞാൻ ഇപ്പം ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരിക്കലെങ്കിലും നിങ്ങളിപ്പം നമുക്കിവിടെ കൊച്ചിയിൽ നമ്മുടെ സെൻട്രൽ സ്ക്വയറിൽ അവിടെ ബോഡി ഷോപ്പിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറേ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട് അവർക്ക്. സോ അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള ബോഡി ഷോപ്പിൽ കുറച്ച് പ്രോഡക്റ്റ്സിന് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്, അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട് ബെഡിൽ. അപ്പോൾ എനിക്ക് ഇതിലിപ്പം ഒരുപാട് സംഭവങ്ങളില്ല കാണിക്കാൻ ആക്ച്വലി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വ്ളോഗ് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് കറൻ്റ് ഒരു തോട്ട് വന്നത് ബോഡി ഷോപ്പിൻ്റെ എന്തുകൊണ്ട് കാണിച്ചുകൂടാന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലമുള്ള സാധനങ്ങൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് സാധനം ഞാൻ പരിചയപ്പെടുത്താം. ഇത് ദി ബോഡി ഷോപ്പിൻ്റെ മോയ്സ്ചറൈസിങ് ഇതാണ് കേട്ടോ, മോയ്സ്ചറൈസറാണ്. ഇതിന് വന്നിട്ട് 1,595. പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ബോഡി വാഷ് ഉണ്ട്. ഇത് വന്നിട്ട് വാനില ഫ്ലേവറാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ബോഡി വാഷിൻ്റെ തന്നെ സെയിം തന്നെ മോയ്സ്ചറൈസറും കിട്ടും നമുക്ക്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് തിങ്, ഇതുപോലെ തന്നെ ഒരു ബോഡി വാഷും മോയ്സ്ചറൈസറുമാണ്. മോയ്സ്ചറൈസർ വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ക്രീമി കൺസിസ്റ്റൻസിയാണ്, തിക്ക് ക്രീമായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇത് ഇത് വേണ്ട നമുക്ക് ഇപ്പോൾ ലോഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് ഹണിയുടെ ഫ്ലേവറാണ് കേട്ടോ, കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോഡി വാഷും അതിൻ്റെ മോയ്സ്ചറൈസർ ക്രീം. സോ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണോ എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഇത്രയും ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കെന്നൊരു ധാരണയില്ല. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷാംപൂ കണ്ടീഷണർ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ നമ്മുടെ സെൻട്രൽ സ്ക്വയറിൽ നിന്ന് മേടിച്ചതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻഡ്രഫാണ്. അപ്പോൾ ഡാൻഡ്രഫിന് ഇത് ബെസ്റ്റാട്ടോ, യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം സോ അതിൻ്റെ ജിഞ്ചർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഓക്കെ, ഇത് പക്ക ജിഞ്ചർ ഫ്ലേവറാണ്. നമ്മളിപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി നീരിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, ആ മണമാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് ചെയ്തിട്ട്. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, തീർന്നിട്ടില്ല. സോ നെക്സ്റ്റ് അടുത്തത് വന്നിട്ടൊരു ഫേസ് വാഷാണ്.
ഇത് വന്നിട്ട് നമ്മുടെ ടീ ട്രീയുടെ ഫ്ലേവറിൻ്റെ ടീ ട്രീയുടെ ആണ് ഈ ഫേസ് വാഷ്. ഇതും നല്ലതാണ്. ഇതിന് വന്നിട്ട് 695. ഓക്കെ. ഈ ഞാൻ ബോഡി വാഷിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ബോഡി വാഷിൻ്റെ വന്നിട്ട് 595 ആണ് വാനില ഫ്ലേവറിൻ്റെ. വാനില ഫ്ലേവർ സൂപ്പർ ഫ്ലേവർ ആട്ടോ, പറയാൻ വയ്യ, നല്ല ഫ്ലേവർ ആട്ടോ അത്. ഈ മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞില്ലേ, മോയ്സ്ചറൈസർ എത്രയാണ് ഞാൻ പറഞ്ഞത്, അത് ഇച്ചിരി റേറ്റ് കൂടുതൽ 1595 ആണ് മോയ്സ്ചറൈസറിൻ്റെ റേറ്റ്. ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഷാംപൂ വന്നിട്ട് 695 ആണ് ആൻഡ് കണ്ടീഷണർ സെയിം 695. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, നമുക്കിപ്പോൾ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു തോന്നുന്നില്ല നേരത്തെ, മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫേഴ്സ് ഉണ്ട് നമുക്ക്. ഇപ്പം അറൗണ്ട് 200 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുമായിരിക്കും. ഓക്കെ. അങ്ങനെ ഈ ടീ ട്രീ ഫേസ് വാഷ് ഞാൻ പറഞ്ഞു 695 ആട്ടോ ഇതിൻ്റെ. ഇത്രയാണിത്. അടുത്തത് നെക്സ്റ്റ് തിങ്, ഇത് ബോഡി ഷോപ്പിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ലതാട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. ആക്ച്വലി ഇത് ബോഡിക്ക് വേണ്ടി മോയ്സ്ചറൈസർ പ്രീ ഷാംപൂ ഹെയർ ഓയിൽ യെസ്, ഫോർ നോർമൽ ടു ഡ്രൈ ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതിന് വന്നിട്ട് 795 ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി നമുക്കിപ്പം ഇൻകമൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ജോലി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനേ ഉള്ളൂ. മേടിച്ച് കഴിഞ്ഞാൽ നഷ്ടം തോന്നേണ്ട കാര്യമില്ല, അത്രയും നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ വന്നിട്ട് വാനിലയുടെ തന്നെ ബോഡി മിസ്റ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ഞങ്ങൾ തീർന്നിട്ടില്ല സംഭവം, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഇത് വന്നിട്ട് ഇതിൻ്റെ വാനില ഫ്ലേവർ ആയത്. അതുപോലെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് 795 ആണ്. ഇതിപ്പോൾ ഒരു 6 മന്ത്സിന് മേലെ ഞാൻ തോന്നുന്നു ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ഇവിടെ അടിക്കും, ഇവിടെ ഈ കഴുത്തിൻ്റെ ആ പോർഷനിൽ അടിക്കും. നല്ല ഫ്ലേവർ. നമുക്കൊരു പേഴ്സണൽ, നമുക്ക് ഒരാൾ നമ്മൾ പെർഫ്യൂമൊക്കെ അടിക്കാൻ മറന്നു അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ച ധാരാളമാണ്, നമുക്ക് കുറേ നാളത്തേക്കൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മണം. ഓക്കെ. അപ്പം അതാണ് വാനില മിസ്റ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണ് ഇവരുടെ പ്രൊഡക്ട്സിൽ. ആൻഡ് അനദർ തിങ്, പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഫേസ് വാഷുകളാണ്. ഫേസ് വാഷാണ് തോന്നുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് തോന്നുന്നുണ്ടോ. ഇതിപ്പോൾ ഇത്ര നല്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ആക്ച്വലി അത് ഇല്ല, അതാണ് സംഭവം. ഞാൻ ഇതൊന്നും അല്ല, ഞാൻ ബാംഗ്ലൂരൊക്കെ വന്നപ്പോൾ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ഇത്രേ ഉള്ളൂ. ഇവിടെ ഇല്ല, നമ്മളിപ്പം ഇത്ര ജോലിയൊന്നുമില്ല, അപ്പോൾ അതൊക്കെയാണ് കാര്യം മേടിക്കാത്തത്. പിന്നെ അധികം അങ്ങനെ. അപ്പോൾ ഫേസ് വാഷിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, എൻ്റെ ആക്ച്വലി ഓയിൽ സ്കിന്നാണ് എൻ്റെ. ഓക്കെ. അപ്പം എൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് എൻ്റെ സ്കിന്നിൻ്റെ ഇത് മാറും. സ്കിന്നല്ല, ഫേസ് വാഷ് ഞാൻ മാറ്റി യൂസ് ചെയ്യണം. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇത് ഈ ഫുൾ തിങ് ഞാൻ യൂസ് ചെയ്തത് ബാംഗ്ലൂരാണ് അപ്പോഴാണ്. ഓക്കെ. ഇത് അവരുടെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷാണ്. ഫോം വാഷാട്ടോ. അതായത് എന്താ പറയുക, ഫോം വാഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ്. ഇത് തേക്കുമ്പോൾ ഭയങ്കര പതപ്പുണ്ടാവും ഇതിനകത്ത്, ഈ ഫോം വാഷ് എന്ന് പറയുമ്പോൾ. അതേസമയം പിന്നുള്ളതാണ് ജെൽ വാഷ്. അപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ ഞാൻ ഫുള്ളി ഇതാണ് യൂസ് ചെയ്തിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻതോ എൻ്റെ ഓയിലി സ്കിൻ ആയിരുന്നെങ്കിൽ പോലും അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എത്ര വെയിൽ വന്നാലും നമുക്ക് ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് നമ്മളെ കൂടുതൽ സ്വെറ്റാക്കുന്നത്. അവിടെ എത്ര വെയിലുണ്ടെങ്കിൽ പോലും ഒരു കാറ്റടിക്കുന്ന തണുത്ത കാറ്റായിരിക്കും. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റിൽ എനിക്കത് പെർഫെക്റ്റ്ലി സൂട്ടബിൾ ആയിരുന്നു. എനിക്കത് വേറെ ഞാൻ മേടിച്ചിട്ടില്ല ഫേസ് വാഷ് അവിടെ ആയിരുന്നപ്പം തോന്നുന്നു. പക്ഷേ അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും ഇന്നത്തെ കുറച്ചുകൂടി ഉണ്ട് ഇത്. അപ്പം ഇത് ലാസ്റ്റ് വണ്ണായിരുന്നു, ഞാൻ 2 എണ്ണമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പാർലറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഈ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാൻ പാർലറിൽ പോകുമ്പോഴേക്കും ഫുൾ എൻ്റെ മുഖത്ത് ഫുൾ ഓയിലിങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പിമ്പിൾസ് വരുന്നു, എനിക്ക് അങ്ങനെ തുടങ്ങി എനിക്ക് പ്രശ്നങ്ങൾ.
അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം, അപ്പോൾ ഞാൻ ഇനി ബ്രാൻഡ് മാറ്റാൻ എനിക്ക് വയ്യ, എനിക്ക് വിഷമമായിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ ഞാൻ ബോഡി ഷോപ്പിൻ്റെ തന്നെ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു ഏതാണ് സ്കിൻ ടോപ്പ്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയല്ലല്ലോ മേടിക്കുന്നത്, ഇവിടെ ഞാൻ അധികം മേടിക്കാറില്ല, ഞാൻ മേടിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ ചേച്ചിക്ക് ഞാൻ പുതിയ കസ്റ്റമറാണല്ലോ, പുള്ളിക്കാരി എന്നോട് ചോദിച്ചു ഏത് സ്കിന്നാണ്, ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓയിൽ സ്കിന്നാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന നമ്മുടെ പഴയ സംഭവം ഇത് എടുക്കാൻ പോയി, ഇച്ചിരി കൂടെ ഉള്ളൂ, അപ്പോൾ തീരാനായി എന്ന് ഓർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഇത് എടുക്കാൻ പോയതിന് പുള്ളിക്കാരി പറഞ്ഞു ഓയിൽ സ്കിൻ ആണെങ്കിൽ അത് ചേരില്ല, ചേരുന്നത് ജെൽ വാഷ്, അതായത് ജെൽ കൺസിസ്റ്റൻസി ആയിരിക്കും ഇത്. എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ട് ജെൽ കൺസിസ്റ്റൻസിയാണ്. അപ്പം ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അതുമല്ല ഇതാണ് ഞാൻ പറഞ്ഞ സീവീഡിൻ്റെ ഫ്ലേവറാണ്. ഓക്കെ, നല്ല ഇതാട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാണ് കുറേ കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞപ്പം ഈ ദി ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് ആണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണമെന്നാണ് പുള്ളിക്കാർ പറഞ്ഞു. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതല്ല വേണ്ടത്, ഇതാണ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതങ്ങ് ട്രൈ ചെയ്തു. അപ്പോൾ ഇതിന് വന്നിട്ട് ഈ സീവീഡിൻ്റെ ജെൽ ഫേസ് വാഷിന് 895 ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ പേജ് ഉണ്ട് എന്തോ. ഓക്കെ, സീവീഡിൻ്റെ 895 ആണ് ജെൽ ഫേസ് വാഷിന്. മറ്റേത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ദി ഡ്രോപ്സ് ഓഫ് ലൈറ്റിന് അത് ഇച്ചിരി കൂടിയതാണ്, 1595 ആണ്. അപ്പം ഞാൻ അങ്ങനെ അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഓയിലിൽ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന്, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ക്ലൈമറ്റിന് നമുക്കിവിടെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം കൂടുതലായതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് ഫോം ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതെനിക്കൊരു ന്യൂ നോളേജാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഫോം ഫേസ് വാഷ് യൂസ് ചെയ്താൽ സ്യൂട്ടബിൾ ആവില്ല, നമ്മൾ സ്റ്റിൽ നമ്മുടെ ഫേസിൽ ഓയിലി വന്നുകൊണ്ടിരിക്കും. അതേസമയം ജെൽ ടൈപ്പ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മുടെ ഈ ഓയിലിൻ്റെ ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്ന എനിക്ക് മനസ്സിലായ കാര്യം തണുപ്പുള്ള സിറ്റുവേഷനിൽ ഞാൻ യൂസ് ചെയ്യേണ്ടതോ ഈ ഫോം ഫേസ് വാഷും, അല്ല നമ്മുടെ ചൂടുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ നാട് പോലത്തെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജെൽ ടൈപ്പ് ഫേസ് വാഷ് വേണം. ഓയിലി ഫേസ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇതാണ് പുതിയൊരു നോളേജ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നത്. സോ ഇനി രണ്ടെണ്ണം കൂടി എനിക്ക് പരിചയപ്പെടുത്താമോ? ആൻഡ് ദിസ് ഇസ് ദ തിങ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി ഫ്ലേവർ ആട്ടോ. സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഹാൻഡ് ക്രീമാണ്. അതായത് നമ്മുടെ സാനിറ്റൈസർ സംഭവം എന്നല്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ. ഇതെനിക്കിഷ്ടമാണ് യൂസ് ചെയ്യാൻ. കഴിച്ചിട്ട് ഇതെടുക്കുക, തുള്ളി എടുത്താൽ മതിയേ, ഇച്ചിരി പോയി ഇതെടുത്തിട്ട് ഇതിൻ്റെ തന്നെ വാനില ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ അനിയത്തിയുടെ കയ്യിലുണ്ടായിരുന്നു വാനില കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ വാനില മേടിക്കാൻ പോയതാണ്. ആഹാ, എന്താ പണമെന്നറിയാം, സൂപ്പർ സ്മെൽ ഒന്നും പറയാലോ. ഇതിങ്ങനെ തേക്കാം. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഇതൊന്ന് ക്യാരി ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോഴാണെങ്കിൽ എപ്പോഴും നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കൈ സൂപ്പർ ഡ്രൈ ആവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മണം. സോ ദിസ് ഇസ് ഇറ്റ്. ഇതുപോലെ നമുക്ക് ഷേക്ക് ആൻഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫ്ലേവർ പോകും. അപ്പം നമുക്കങ്ങനെ സുഗന്ധം വരുത്താം. എങ്ങനെ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന് വന്നിട്ട് 395. പൈസ ഇച്ചിരി ജാസ്തിയാണ്, എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലേ ബോഡി ഷോപ്പല്ലേ, നടക്കാൻ പറ്റുമോ? അടുത്ത സംഭവം ഇതാണ് ലാസ്റ്റ് തിങ്. ആൻഡ് സോ സൂപ്പർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബോഡി സ്ക്രബ് എന്നൊക്കെ പറഞ്ഞ് സംഭവിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും നോർമൽ സ്ക്രബൊക്കെ എടുത്തി. ഈ സംഭവം ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ 2 years ആയി, ഇപ്പോഴും തീർന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഇത് വന്നിട്ട് ആഫ്രിക്കൻ കാണാൻ ഉദ്ദേശിച്ചത് ഞാൻ വായിച്ചു വരുമ്പോഴത്തേനും വേറെ എന്തെങ്കിലുമൊക്കെയോ, അതിലും നല്ലത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുന്നതാണ്. ഇത് വന്നിട്ട് എത്രയായിരുന്നു, സോറി, ഇത് ഇച്ചിരി കൂടുതലാണ്. 2195 ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷെ മോനെ ഇത് യൂസ് ചെയ്താണ്ടല്ലോ, ഇത് യൂസ് ചെയ്താണ്ടല്ലോ പൊള്ളി സാധനം. ഇത് നമ്മൾ ബോഡിയിൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ മാരേജിൻ്റെ ഒരു സമയത്ത് ഓഫ്കോഴ്സ് നമുക്ക് ബോഡി പോളിഷിങ് സംഭവമൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, കല്യാണമല്ലേ.
അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഒരു സ്ക്രബ് ഉണ്ട്, എൻ്റെ സ്ക്രബ് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ അവരിത് ചെയ്തു. ആ ചേച്ചി പോലും, ഞാൻ ഇവൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ പോലും ഇടയ്ക്ക് ബോഡി സ്ക്രബ് ചെയ്യാൻ പോകുമ്പം ഞാൻ ഇതാ കൊണ്ടുപോകാം, എനിക്ക് അവരുടെ പ്രൊഡക്റ്റ് വേണ്ട. അപ്പോൾ അത് ചെയ്ത് അവരും പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ പാർലറിൽ യൂസ് ചെയ്ത ആ ചേച്ചിയും പറഞ്ഞു, ഇവിടെ ഞാൻ സ്ക്രബ് ചെയ്യാൻ മാരേജിന് ടൈമിൽ ചെയ്തപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു, മോളെ ഇത് നല്ല സ്ക്രബാണല്ലോ, ഇതെന്താ സംഭവം എന്ന്. അപ്പം ഞാനിത് പറഞ്ഞു, ഇത് തേച്ച് കഴിഞ്ഞാൽ മണം അങ്ങനെ വലിയ മണമല്ല, ഇതാണ് ഇതിൻ്റെ വീഴ്ച. സമയം തോണ്ടി ഈ പരിപാടിട്ടോ. ഓക്കെ, സോ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആവും ബോഡി ആൻഡ് യുനോ സൂപ്പർ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഇപ്പം ഇച്ചിരി ഡ്രൈ സ്കിന്നൊക്കെ ഇച്ചിരി പരപര പോലൊക്കെ ഉണ്ടാവില്ല ചിലർക്ക്, അപ്പോൾ അവരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്താൽ പൊളിയായിരിക്കും. ഈ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പം നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇത് സൂപ്പർ പ്രൊഡക്റ്റാണ്, ഒന്നും പറയാനില്ല. പൈസ ആയിട്ടുണ്ട്, പക്ഷെ നോക്ക് ഞാൻ 1-2 ഇയേഴ്സിനടുത്തായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് അങ്ങനെ വലിയ ക്വാണ്ടിറ്റി വേണ്ടി വരില്ല, കാരണം നമ്മളിത് എടുത്ത് പിന്നെ വെള്ളമായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ബോഡി നമുക്കൊക്കെ ഇപ്പം ബാക്കിൽ നമ്മൾ ഇരിക്കുന്ന അവിടെയൊക്കെ ഇങ്ങനെ ചിലർക്കൊക്കെ ഇങ്ങനെ പരിപരി പോലൊക്കെ വരില്ലേ, അപ്പോൾ അതിനൊക്കെ ഇത് ബെസ്റ്റ് തിങ് ആണ്. ഇതൊക്കെ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായിട്ട് അവിടെ സ്മൂത്തായിട്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്കിത് ഭയങ്കര നന്നായിട്ടൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബോഡി ഷോപ്പിൻ്റെ, ഞാൻ നോക്കുകയാണ് വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ പാടുന്നു, തൽക്കാലമുള്ള സാധനങ്ങൾ. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ബോഡി ഷോപ്പ്